കൈമാറുകയാണ്. ഇസ്ലാം ലഭിച്ചിട്ടും തൗഹീദ് ലഭിച്ചിട്ടും ഈ ആദർശം ലഭിച്ചിട്ടും ഒരാളോട് പോലും പറയാതെ, കൂടെയുള്ളവരോട് പോലും മിണ്ടാതെ നമ്മളിങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് മുസ്ലിമീങ്ങളായത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ നാട്ടിലെങ്ങനെയാണ് ഇസ്ലാം എത്തിയിട്ടുള്ളത്? ഇന്ന് നമ്മൾ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന മുസ്ലിമാണ്. അൽഹംദുലില്ലാ. എങ്ങനെ അതുണ്ടായി? നമ്മുടെ നാട്ടിലേക്ക് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി നമ്മുടെ മുൻഗാമികൾ യാത്ര ചെയ്തു കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, അവര് വന്നില്ലായിരുന്നുവെങ്കിൽ, ഇസ്ലാമിക പ്രബോധനം നമ്മുടെ മുൻഗാമികൾ നടത്തിയില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ആയിരക്കണക്കിന് വിഗ്രഹങ്ങളുടെ മുന്നിൽ കൈകൾ നീട്ടുന്നവരായി മാറുമായിരുന്നില്ലേ നമ്മൾ? നാട്ടിയുയർത്തിയ കുരിശുകളുടെ മുന്നിൽ തലകുനിക്കുന്നവരായി മാറുമായിരുന്നില്ലേ നമ്മൾ? കോടിക്കണക്കിന് ദേവന്മാരുടെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്നവരായി നമ്മൾ മാറുമായിരുന്നില്ലേ? ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് കരകയറിയത്? എങ്ങനെയാണ് ഇസ്ലാം നമ്മളിലേക്ക് എത്തിയത്? നമ്മുടെ മുൻഗാമികളുടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിലൂടെയാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, ഈ അറിഞ്ഞ സത്യം മനസ്സിലാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ലോകത്തിന് സൃഷ്ടാവ് മാത്രമാണ്. അവനാണ് സൃഷ്ടിച്ചത് എങ്കിൽ, അവനാണ് അന്നം നൽകുന്നത് എങ്കിൽ, അവനാണ് പരിപാലിക്കുന്നത് എങ്കിൽ, ആ റബ്ബിനെ ആരാധനകൾ അർപ്പിക്കാവൂ എന്ന ആദർശം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലിയുബല്ലിഗി ഷാഹിദ് മിൻകുമുൽ ഗായിബ്, സാക്ഷികളുള്ളവർ ഇല്ലാത്തവരിലേക്ക്, അറിയാത്തവരിലേക്ക്, അറിയാത്ത പാവപ്പെട്ട മനുഷ്യരിലേക്ക് കൈമാറണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നമുക്ക് ഈ സന്ദേശം ജനങ്ങളിലേക്ക് കൈമാറാൻ സാധിക്കേണ്ടതുണ്ട്.